ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഒരു വേറെ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാറ്റിസ്ഫാക്ഷനിൽ നിൽക്കുവാണ്. ഇന്നലെ ആദ്യത്തെ ഷോ തന്നെ ആടുജീവിതം കണ്ടു. നമ്മൾ വേറെ ചില ലാംഗ്വേജസിലെ സിനിമകളൊക്കെ പണ്ട് കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ ഷോർട്സും ഈ സീൻസൊക്കെ ഇവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യും, നമ്മളെ മലയാളം സിനിമ ഈ ഒരു ലെവൽ ഓഫ് ഫിലിം മേക്കിങ്ങിലേക്ക് എന്ന് എത്തും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ട്. ശരിക്കും ആ ബാരിയേഴ്സ് ഒക്കെ ബ്രേക്ക് ചെയ്ത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവികളുടെ ലിസ്റ്റ് എടുത്താൽ അതിലെത്തുന്ന രീതിയിൽ നമ്മളെ മലയാള സിനിമ ആ ഒരു ലെവലിലേക്ക് ശരിക്കും ഉയർന്നു. എന്താ പറയുക, അതിൻ്റെ വിഷ്വൽസ്, ആ ഒരു വിഷ്വൽ ബ്യൂട്ടി, അതിൻ്റെ സൗണ്ട്, മ്യൂസിക്, പെർഫോമൻസ് ശരിക്കും ഒരു മാസ്റ്റർ പീസ് തന്നെയാണ്. നിങ്ങൾക്കറിയായിരിക്കും 2008 മറ്റോ ആണ് ബെന്യാമിൻ നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില നേർക്കാഴ്ചകൾ, ശരിക്കും ഒരു ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി, അദ്ദേഹം ഒരു ബുക്ക് ചെയ്യുന്നു 2008. ആ ബുക്ക് ഒരു വലിയ സക്സസ് ആവുന്നു. അതിനെ ആസ്പദമാക്കി നമ്മുടെ ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കാൻ തീരുമാനിക്കുന്നു. അതിപ്പോൾ ഇത്രയും വലിയൊരു ക്രാഫ്റ്റായിട്ട് നമ്മുടെ മുമ്പിൽ വന്നെത്തി. ശരിക്കും ഞാൻ ആ പുസ്തകം വായിച്ച ഒരാളല്ല, എന്നിരുന്നാൽ പോലും എന്നെ പൂർണ്ണമായിട്ടും ആ സിനിമ എൻഗേജ് ചെയ്യിച്ചു. എനിക്ക് തോന്നുന്നു ഈ ഒരു 10-16 വർഷക്കാലം ഈ സിനിമ ചെയ്യാൻ തയ്യാറായ സമയത്ത് ബ്ലസ്സിയുടെ ഉള്ളിൽ ഒരു വിഷൻ അല്ലെങ്കിൽ ഡ്രീം ഉണ്ടായിരുന്ന കാണണം. അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകളുടെ പട്ടിക എടുക്കുമ്പോഴത്തേക്ക് നമ്മളുടെ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നൊരു സിനിമ ആ ലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം എന്നുള്ളൊരു വിഷനിലായിരിക്കണം അദ്ദേഹം ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. അതിൻ്റെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ശരിക്കും ആടുജീവിതം. വൺ ഓഫ് ദ ബെസ്റ്റ് മലയാള സിനിമ അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സിനിമ, അങ്ങനെയുള്ള ഒരു കാറ്റഗറൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് തന്നെ നമുക്ക് ആടുജീവിതത്തിന് പറയാം. ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് പൃഥ്വിരാജ് പറയുന്നുണ്ടായിരുന്നു, ബ്ലസ്സിക്ക് ഈ സിനിമ ഒരു തപസ് പോലെയായിരുന്നു. ശരിക്കും നമുക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹം എത്രത്തോളം എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ടാവണം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. വേറെ ഇതിൽ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ ഒരു മാസ്റ്റർ പീസ് ആണെങ്കിൽ പോലും ബ്ലസ്സി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയും ഒരു ലെജൻഡിനെയും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സിനിമ കണ്ടാൽ നമുക്ക് മതിയാവും. ഈ സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ടൈറ്റിൽ കാണിക്കുന്നതോടൊപ്പം ശരിക്കും ഈ മരുഭൂമി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് നമ്മളെ മുന്നിലേക്ക് തുറന്നിട്ടങ്ങ് സിനിമ തുടങ്ങുവാണ്. അതിനുശേഷം ഈ പറയുന്ന ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളവും ഈ നജീബിൻ്റെ നാട്ടിലെ അയാളുടെ സ്ഥിതിയും അയാൾ മരുഭൂമിയിൽ വന്നതിന് ശേഷമുള്ള അയാളുടെ ഒരു അവസ്ഥയും ഇങ്ങനെ നോൺ ലീനിയർ ആയിട്ട് കാണിച്ചാണ് പോകുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഈ മരുഭൂമിയുടെ ഒരു ബ്രൂട്ടാലിറ്റിയും ഹ്യൂമൻ പവർ മീൻസ് ഈ പവർ ഓഫ് ഹ്യൂമൻ സ്പിരിറ്റും തമ്മിലുള്ള ഒരു സംഭവമാണ് ശരിക്കും തുടർന്ന് അങ്ങോട്ട് സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ ശരിക്കും കാണിച്ചു പോകുന്നത്. അത് കാണുമ്പോൾ നമുക്ക് എവിഡൻ്റ് ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ആ സിനിമയുടെ ഒരു പാർട്ടിലും ഒരു കോംപ്രമൈസിങ് ഫാക്ടർ നമ്മൾ കാണുന്നില്ല. ശരിക്കും ത്രൂ ഔട്ട് ആ സിനിമയിൽ അവരിട്ടിരിക്കുന്ന എഫേർട്ട്, അതായത് അവരെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ള സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ശരിക്കും നജീബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അതിൻ്റെ മാക്സിമത്തിൽ ഇനി ഇതിലും മേലെയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ശരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ നജീബ് മരുഭൂമിയിൽ വന്നതിന് ശേഷം അയാൾക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻസ്, അയാൾക്ക് വരുന്ന ട്രാൻസിഷൻസ് ഒക്കെ അതിമനോഹരമായിട്ട് പൃഥ്വിരാജിന് നമുക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. ആ സിനിമയുടെ ഏകദേശം ഒരു പകുതിയോളമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്ക് ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ മരുഭൂമിയിൽ വന്നതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അതൊരു രക്ഷയില്ല, അതൊരു ഗംഭീരമായിട്ടുള്ള സീനായിരുന്നു. അത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അയാൾ ഈ ആടുകളും ഒട്ടകവുമായിട്ടൊക്കെ ഇഴുകി ചേരുന്നതിൻ്റെ ആ ഒരു മാറ്റം, അയാളുടെ ബോഡി ലാംഗ്വേജസിലും മാനറിസത്തിലും വരുന്ന ചില മാറ്റങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ കാണിക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു. ആ ഒരു എഫേർട്ട് അത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്നാണ് ഒരു സംശയമില്ലാതെ എല്ലാവർക്കും പറയാൻ പറ്റും. അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് അത്രയ്ക്ക് മനോഹരമായിട്ട് ആ ക്യാരക്ടറിനെ പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കഥാപാത്രമാണ് KR ഗോകുൽ എന്ന് പറയുന്ന ഒരു പയ്യൻ. അതിനകത്ത് ശരിക്കും ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ മരുഭൂമിയിലേക്ക് വരുന്നത്, ജോലി അന്വേഷിച്ച് വരുന്നത്. എന്നിട്ട് പടത്തിന്റെ തുടക്കത്തിൽ അവർ സ്പ്ലിറ്റായി പോകുന്നു. പിന്നെ ഏകദേശം ആ പടത്തിന്റെ പകുതി കഴിയുമ്പോഴത്തേക്കാണ് ആ പയ്യന് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത്. അതിൽ അവനും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആവുന്നത് മുതൽ ഈ പൃഥ്വിരാജ് ഹക്കീം എന്നാണ് ഈ പയ്യൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്, ഗോകുൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. അതുകൂടാതെ ഇബ്രാഹിം എന്ന് പറയുന്നിട്ട് മറ്റൊരു ക്യാരക്ടറുമുണ്ട്. ഇവർ മൂന്നുപേരും കൂടി ഈ മരുഭൂമിയിൽ നിന്ന് സർവൈവ് ചെയ്യാൻ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലാണ് പടം ഈ സെക്കൻഡ് ഹാഫ് മുതൽ ശരിക്കും അങ്ങോട്ട് പോകുന്നത്. അവിടെ മുതൽ ശരിക്കും അവർ ഈ മരുഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന മരുഭൂമിയിലെ ചില അവസ്ഥകളും പ്രതികൂല സാഹചര്യങ്ങളും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസുമാണ് പിന്നീട് സിനിമയിൽ അങ്ങോട്ട് നമ്മൾ കാണുന്നത്. അതിൽ ഈ ഗോകുൽ എന്ന് പറയുന്ന പയ്യൻ ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവൻ തന്നിട്ടുണ്ട്. അതിൽ ഈ ഇബ്രാഹിം എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ഫോറിൻ ആക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതൊരു ജിമ്മി ജീൻ ലൂയിസ്, അങ്ങനെയാണ് പുള്ളിയുടെ പേര്.
പുള്ളിയാണെങ്കിൽ പോലും പുള്ളിയുടെ റോള് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പറഞ്ഞില്ല, പുള്ളിയുടെ പല സീനുകളിലും തിയേറ്ററിൽ ആൾക്കാർ കൈയടിക്കുന്നതും നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും. അതിനകത്ത് പല ഷോട്ട്സും അങ്ങനെയാണ്. അത് പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ശരിക്കും അതിനകത്ത് പല സീൻസും ഭയങ്കര ഇമോഷണൽ ആയിട്ട്, ചിലപ്പോൾ ഞാൻ കണ്ടതിലും കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. എനിക്കതിലെ പല സീൻസും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതിൽ പല മൊമെന്റ്സിലും നമ്മൾ പോലും അറിയാതെ ഒരു കൈയടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും പല സീൻസും കാണിക്കുമ്പോഴത്തേക്ക്. പിന്നീട് നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സൗണ്ട്സും മ്യൂസിക്കുമാണ്. റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ചെയ്തിരിക്കുന്നത്, എ ആർ റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. രണ്ടും ഈ സിനിമയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണ്. പിന്നെ പറയേണ്ടത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ സുനിൽ കേസ്, അദ്ദേഹമാണ് സിനിമാറ്റോഗ്രാഫർ. അതിൽ അദ്ദേഹം തന്നിരിക്കുന്ന വിഷ്വൽസ്, നമ്മൾ പറഞ്ഞില്ലേ, ഒരു മരുഭൂമി ഇത്ര മനോഹരമായിട്ട് ചിത്രീകരിച്ച് ഒരു നിമിഷം പോലും കണ്ണടയ്ക്കാതെ നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കും. അത്രയ്ക്ക് മനോഹരമായിട്ട് അദ്ദേഹം അതെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഡയലോഗ്സ് ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ സൗണ്ട്സും വിഷ്വൽസും മ്യൂസിക്കും വെച്ചിട്ട് മാത്രം നമുക്ക് ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ശരിക്കും സിനിമ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടർ പൃഥ്വിരാജ് ഈ അറബിയോട് സംസാരിക്കുന്ന ചില സീനുകളിൽ ശരിക്കും നമുക്ക് അതിനകത്ത് സബ് ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നജീബ് മലയാളം അറബിയോട് പറയുന്നു, അറബിയിൽ തിരിച്ച് നജീബിനോട് പറയുന്നു. അപ്പോൾ ശരിക്കും നമുക്കുണ്ടാവുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ നമുക്കും ശരിക്കും ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമ്മളും ആ ക്യാരക്ടറിലേക്ക്, അല്ലെങ്കിൽ നമ്മളും ആ മരുഭൂമിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. കാര്യം ഒന്നും പറയുന്നത് മനസ്സിലാവുന്നതില്ല, തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. ആ അവസ്ഥയിൽ ശരിക്കും പെട്ടുപോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഓഡിയൻസിനെ കൂടി കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയിലാണ് സിനിമ ശരിക്കും മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ എല്ലാ ആസ്പെക്റ്റിലും ഒരു ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ശരിക്കും ആടുജീവിതം. എല്ലാവരും അത് ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കാര്യം അതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് അംഗീകാരങ്ങളും മറ്റും ആടുജീവിതം സിനിമയെ തേടി എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. എന്തായാലും സോ മച്ച് താങ്ക്സ് ടു ദ എൻറ്റയർ ടീം. ഓക്കെ, ദെൻ ടേക്ക് കെയർ, ബൈ.